വിവാഹിതരായ സീരിയലിലെ പ്രമോണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ പൂജാരി പറയുന്നുണ്ട് മഹാലക്ഷ്മി വിളക്ക് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വിളക്കാണെങ്കിൽ നമ്മൾ ഭൂമിക്ക് അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭൂമിയാണെങ്കിൽ ആ വിളക്കൊക്കെ പോയി എടുത്തുകൊണ്ട് വരുന്ന സമയത്താണെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മൾ അഞ്ജനയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഭവാനിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് ഈ വിളക്ക് നിലത്ത് വെക്കാൻ പാടില്ല, ഇത് നമ്മൾ ഇങ്ങനെ കൈമാറി തന്നെ ഈ വിളക്ക് പൂജ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ പൂജാരി പറയുന്നുണ്ട് സംഗീത മാമും മാധവൻ സാറും ആദ്യം മേടിച്ച് ഒഴിയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ 3 വട്ടമൊക്കെ ഒഴിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഞ്ജന ഭവാനി അടുത്ത് പറയുന്നുണ്ട് ഞാനും അജയും കൂടെ ഇങ്ങനെ ഒഴിഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് ആ ഒഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ അഞ്ജനയും അതുപോലെ നമ്മൾ അജയും കൂടെ ഒഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളക്ക് എടുത്ത് വെച്ച് ഒഴിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അഞ്ജനയുടെ കയ്യിൽ നിന്ന് ആ വിളക്ക് താഴോട്ട് വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് കയറി നമ്മളെ ഭൂമിയാണെങ്കിൽ ആ വിളക്ക് കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന നമ്മൾ ആ ഭവാനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ഭവാനി പറയുന്നുണ്ട് നീ പൂജയ്ക്ക് കയറിയത് തന്നെ ഒരു വലിയ ആക്ഷേപമോ, പിന്നെ നീ എന്താ വിചാരിച്ചത്, നീ ജീവിക്കുന്ന തെരുവാണെന്നാണോ വിചാരിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഭൂമി ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭൂമി പറയുന്നത് ശരിയാണ് ഞാൻ പലഹാര കച്ചവടക്കാർ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി പറയുന്നുണ്ട് ശരിയാണ് ഞാൻ ഈ വീട്ടിലെ ആരും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശിയും സംഗീതയാണെങ്കിൽ ഇതെനിക്ക് പൂജാരി അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെനിക്ക് വിളക്ക് ഇപ്പോൾ വീഴാൻ പോയപ്പോഴത്തേക്ക് ആ കുട്ടി പിടിച്ചതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആ പൂജാരി പറയുന്നുണ്ട് ആ വിളക്ക് തറയിൽ വീണിരുന്നെങ്കിലായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര ദോഷങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയേനെ. അപ്പം ആ കുട്ടി പിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, കുട്ടിയുടെ അടുത്ത് നിങ്ങൾ നന്ദി വേണം പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മളെ മുത്തശ്ശിക്കും സംഗീതയ്ക്കൊക്കെ ആണെങ്കിൽ സമാധാനമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഭവാനി പറയുന്നുണ്ട് കേട്ടോ വലിയച്ഛനല്ലല്ലോ കൂടെ ഉണ്ടാവേണ്ടത് അവളെ അച്ഛനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സങ്കടമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അഞ്ജന പറയുന്നുണ്ട് അമ്മയ്ക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളും അമ്മ പാഴാക്കത്തില്ലല്ലോ എന്ന് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ ഭവാനി പറയുന്നുണ്ട് അതല്ലേ ഞാൻ കാത്തിരിക്കുന്ന ഓരോ അവസരങ്ങളും പാഴാക്കാതിരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഭൂമിയാണെങ്കിൽ അടുക്കളയിൽ പോയിട്ടാണെങ്കിൽ ആ കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം എടുത്തൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അഞ്ജനയാണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഭൂമി എടുത്തോട്ട്. ഭൂമി എടുത്ത് പറയുന്നുണ്ട് എന്തായാലും നീ എൻ്റെ അടുത്ത് ചെയ്ത് ഞാൻ മറക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ അഞ്ജന പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭൂമി ചോദിക്കുകയാണെങ്കിൽ ഞാനെന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അഞ്ജന പറയുന്നുണ്ട് നീ തറയിൽ നിൽക്കരുത്, നിനക്ക് തറയിൽ നിൽക്കാൻ തന്നെ നിനക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ഭൂമി പറയുന്നുണ്ട് ആ തറ ആരാന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്ന സമയത്ത് അഞ്ജന ചോദിക്കുന്നുണ്ട് വാട്ട് യു മീൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ഭൂമി പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് മേഡം കേട്ടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ അങ്ങ് അടങ്ങ്, നീ ഇങ്ങനെ ആൾക്കാരെ എച്ചിലൊക്കെ എടുത്ത് നടക്കുന്ന കോഫി ഷോപ്പൊക്കെ നടത്തുന്ന ആളല്ലയോ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഭൂമി പറയുന്നത് വയ്യോ എങ്കിൽ മാഡം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണില്ലല്ലേ ഈ ഛർദ്ദിക്കാനൊക്കെ വരുന്നതെന്നൊക്കെ പറയുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ സാധാരണ ഗർഭവും കാര്യങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് ഈ ഛർദ്ദിക്കാനൊക്കെ വരുന്നത് മാഡം ഇനിയിപ്പോൾ കൊണ്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അഞ്ജനയാണെങ്കിൽ ഒരുപാട് വഴക്കൊക്കെ പറയും നീ എന്താണ് ഈ പറയുന്നതൊക്കെ ചോദിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട്. വർത്തമാനോടി പറയുന്നതൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ അഞ്ജന നമ്മളെ ഭൂമിയെ ഫാദർലെസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ അഞ്ജന പറയുന്നത് എന്താ നിങ്ങൾ പറഞ്ഞ് അത് ഈ അച്ഛനില്ലാത്തവരെങ്ങനെ പറയും, അതല്ലെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ അതേ കണക്ക് ഒരു ചെറ്റ അച്ഛനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇത് കേൾക്കേണ്ട താമസം നമ്മളെ ഭൂമിയാണെങ്കിൽ അഞ്ജനയുടെ ചെവി കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് നമ്മൾ കണ്ടിട്ട് അജയ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയ് ചോദിക്കും നീ എന്തോ ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം അഞ്ജന പറയുന്നുണ്ട് സോറി നമ്മളെ ഭൂമി പറയുന്നുണ്ട് അതെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ഇനി അടിക്കുമെന്ന് പറയും. അപ്പം നമ്മളെ ഭൂമിയുടെ അടുത്താണെങ്കിൽ അജയ് ചോദിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ നീ എന്നെ അടിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി പറഞ്ഞിട്ട് ആര് പറഞ്ഞാലും എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും, എൻ്റെ അച്ഛനെ ആരും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമി അവിടെ നിന്ന് പോയി കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ ആ ഭൂമിയാണെങ്കിൽ പുറത്ത് നിന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ അച്യുതനാണെങ്കിൽ എങ്ങനെയും അവിടെ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഭവാനിയാണെങ്കിൽ മുകളിൽ നിന്ന് മറ്റേ ആ ഗുണ്ടയെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭൂമിയെ സോറി നമ്മുടെ ഭവാനിയാണെങ്കിൽ നമ്മൾ അച്യുതനെ കാണുകയും ചെയ്യുന്നുണ്ട്, അച്യുതനാണെങ്കിലും ഭവാനിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഭവാനി പറയുന്നുണ്ട് ഇത് അച്യുതനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അച്യുതൻ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാറും എടുത്തുകൊണ്ടൊക്കെ നമ്മൾ അച്യുതൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭവാനി ഗുണ്ടയെ വിളിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ അച്യുതൻ ഇവിടെ വന്നിട്ടുണ്ട് അയാളെ ഫോളോ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമിയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാധവനാണെങ്കിൽ ഒരു ആരെയെ കാണാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകും. അപ്പം ഒരു 10 ലക്ഷം രൂപയൊക്കെ കൊണ്ട് മാധവൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാധവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒരു കെട്ട് നോട്ടൊക്കെ തറയിൽ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അച്ഛൻ്റെ ഓപ്പറേഷന് 15 ലക്ഷം രൂപ വേണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഭൂമി ആ പൈസ അവിടെ തിരിച്ചുകൊണ്ട്
മുത്തശ്ശിയൊക്കെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സംഗീതയൊക്കെ പറയുന്നത് മോളൊരു നല്ല മനസ്സുള്ളൊരു കുട്ടി ആയതുകൊണ്ടാണ് ഇപ്പം ഈ പൈസ തിരിച്ച് കൊണ്ട് തരാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ എടുത്ത് സംഗീത പറയുന്നുണ്ട്, നല്ലൊരു കുട്ടിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭൂമിയെക്കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ അച്യുതനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അമ്പികയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഭൂമിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതോടാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.